നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. ചാലക്കുടി ഹൈസ്കൂൾ മൈതാനം പുനർനിർമ്മിക്കാൻ തീരുമാനം. ഏറെക്കാലത്തെ കായിക പ്രേമികളുടെ ആഗ്രഹമാണ് സഫലീകരിക്കാൻ പോകുന്നത്. ചാലക്കുടി സബ് ഡിവിഷന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിനാചരണവും വാരാഘോഷവും കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. മദ്രസകളിൽ വന്ദേമാതരം ആലപിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU അങ്കമാലി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ഞങ്ങളുടെ ഇഷ്ടത്തിന് ട്രാൻസ്ഫർ നടത്തും. 1984 മുതൽ 86 വരെ 7 വരെ വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. പുളിയിലപ്പാറ സെന്ററിൽ പ്രവർത്തിക്കുന്ന മാളിയേക്കൽ പോളിന്റെ കടയാണ് വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ കാട്ടാന ആക്രമിച്ചത്. കടയുടെ മുകൾ ഭാഗത്തെ ഷട്ടറും ചില്ലും തകർത്ത് അകത്തുള്ള പഴങ്ങളും പലചരക്ക് സാധനങ്ങളും നശിപ്പിച്ചു. ഒരു മോഴയാനയാണ് കട ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ശബ്ദം കേട്ട് നാട്ടുകാർ ആനയെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ആന മാറാതെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. 4:30യോടെയാണ് ആനയെ ഓടിക്കാനായത്. രാത്രിയിൽ ജനവാസ മേഖലയിൽ ആന ഇറങ്ങുന്നത് തടയാൻ വാച്ചർമാരെ നിയോഗിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇട്ടിട്ടുള്ള പിന്നെ കിട്ടണം. ഇയാൾക്ക് പേടിയായിരിക്കട്ടാ. ചാലക്കുടി ഹൈസ്കൂൾ മൈതാനം പുനർനിർമ്മിക്കാൻ തീരുമാനം. ഏറെക്കാലത്തെ കായിക പ്രേമികളുടെ ആഗ്രഹമാണ് സഫലീകരിക്കാൻ പോകുന്നത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂൾ മൈതാനം 2ആയി വിഭജിക്കപ്പെട്ടു. ശേഷിക്കുന്ന ഭാഗത്താണ് ഫുട്ബോൾ, വോളിബോൾ കളിക്കായി ഉപയോഗിച്ച് വരുന്നത്. ഗ്രൗണ്ടിനോട് ചേർന്ന് കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിട ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി സ്ഥലം നിരപ്പാക്കിയാണ് ഗ്രൗണ്ടിന്റെ വിസ്തൃതി കൂട്ടുന്നത്. നിലവിലുള്ള ഹൈസ്കൂൾ ഗ്രൗണ്ട് ദേശീയപാതയ്ക്കായി വെട്ടിമുറിച്ചതിനെ തുടർന്ന് സ്കൂളിൽ നിന്നും ഏറെ മാറിയാണ് പുതിയ മൈതാനം നിർമ്മിച്ചത്. ഇവിടെ 5 കോടി രൂപ ചെലവിൽ ടർഫിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗ്രൗണ്ടിന്റെ നവീകരണത്തിനായി നഗരസഭ വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KV പോൾ, നഗരസഭാ കൌൺസിലർമാരായ ഷിബു വാലപ്പൻ, VJ ജോജി, OS ചന്ദ്രൻ, ജിയോ കിഴക്കുന്തല, ലിജി ജോജി, ഷിഫ സന്തോഷ്, ഷൈബു, ജോഷി പുത്തിരി തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ സാമ്പാളൂർ തീർത്ഥാടന ദേവാലയത്തിൽ ഫാദർ കോൺസ്റ്റന്റൈൻ ജോസഫ് ബെസ്കിയെ ദൈവദാസനായി പ്രഖ്യാപിച്ചതിന്റെ പ്രഥമ വാർഷികവും പെന്തഫിക്കൽ സമൂഹ കൃതജ്ഞതാ ബലിയും ഫാദർ ബെസ്കിയുടെ കല്ലറയിൽ പുഷ്പസമർപ്പണവും 8 ശനിയാഴ്ച നടത്തുമെന്ന് തീർത്ഥകേന്ദ്രം അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങുകൾക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 6:30 സാമ്പാളൂരിലെ മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ട ഫാദർ കോൺസ്റ്റൈൻ ജോസഫ് ബസ്കിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പസമർപ്പണവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും. സനീഷ് കുമാർ ജോസഫ് MLA, തോമസ് ഉണ്ണിയാടൻ MLA, ഈശോ സഭ കേരള പ്രൊവിൻഷ്യൽ ഹെൻറി പട്ടരുമഠത്തിൽ, മധുര പ്രൊവിൻഷ്യൽ ഫാദർ അമീർത്തൻ തുടങ്ങി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. ആഘോഷത്തിന്റെ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വികാരി ഡോക്ടർ ജോൺസൺ പങ്കേത്ത്, ട്രസ്റ്റി ആഷ്ലി ഡി റുസാരിയോ, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ഷൈൻ അവരേഷ്, ഐവൻ ലൂയിസ്, ജോമോൻ പിൻഹീരോ, ഷെർവിൻ സിമേദി എന്നിവർ പങ്കെടുത്തു. ഒന്നാം വാർഷികം പ്രതിജ്ഞാ ദിനമായി ഈ ഓഗസ്റ്റ് 8-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നടത്തപ്പെടുകയാണ്. അതിനുശേഷം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കുഴിമാടത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ അപാരബന്ധ ജനങ്ങളെയും കുടിയൊപ്പിച്ചുകൊണ്ടുള്ള സ്നേഹവിരുന്നുമെല്ലാം നടത്തപ്പെടുകയാണ്. എല്ലാ ജനങ്ങൾക്കും പുഷ്പാർച്ചന നടത്തുവാനുള്ള അവസരവും അന്നേ ദിനമുണ്ടായിരിക്കും. ചാലക്കുടി സബ് ഡിവിഷന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിനാചരണവും വാരാഘോഷവും സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ദിനാചരണം ചാലക്കുടി ഡിവൈഎസ്പി ജെ കുര്യാക്കോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ അധ്യക്ഷത വഹിച്ചു. കൊടകര ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജെർലിൻ വി സ്കറിയ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി SPC ADNA PA ആസാദ് കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സബ് ഡിവിഷനിലെ 15 സ്കൂളുകളിൽ നിന്നുള്ള 300ഓളം SPC കേഡറ്റുകൾ ആഘോഷങ്ങളിൽ പങ്കാളികളായി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം നൽകിക്കൊണ്ട് കേഡറ്റുകൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും മയമും ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെഷനുകളിൽ തൃശൂർ റൂറൽ സൈബർ സെല്ലിലെ KV പ്രജിത്ത്, മെഡിക്കൽ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ അൽക്ക ബേബി, ഡോക്ടർ ലിറ്റി പീറ്റർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ വാർഡ് അംഗം മിനിദാസൻ, തൃശൂർ റൂറൽ SPC ഓഫീസ് അംഗം OH ബിജു, PTA പ്രസിഡന്റ് VR മനോജ്, പ്രസിഡന്റ് സിബി സുരേഷ്, GNBH പ്രധാനാധ്യാപകരായ ജിഷ മാത്യു, KK താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സ്കാർഫേസ് കോമ്പാറ്റ് ക്ലബിന്റെയും റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി സൗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗത്ത് ഇന്ത്യൻ മൂത്തായ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 7, 8, 9 തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരത്തോടനുബന്ധിച്ച് 1 പഞ്ച് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തും. 8-ാം തീയതി രാവിലെ 9 മണിക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു മുഖ്യാതിഥിയായിരിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 450ഓളം പ്രമുഖ മുയ്തായ് താരങ്ങൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിലൂടെ യുവജനങ്ങളിൽ കായിക മനോഭാവം, അച്ചടക്കം, ആത്മവിശ്വാസം എന്നിവ വളർത്തുന്നതിനോടൊപ്പം ലഹരിക്കെതിരായ ശക്തമായ സാമൂഹിക സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ സ്കാർഫേസ് കോമ്പാറ്റ് ക്ലബ് ചെയർമാൻ NK ശ്രീജിത്ത്, റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി സൗത്ത് പ്രസിഡന്റ് ജിതിൻ മോഹൻ, റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി സൗത്ത് ട്രഷറർ ജോജു പതിയാപ്പറമ്പിൽ, അമൃത അജയ്, ദലീൽ ജോർജ് എന്നിവർ പങ്കെടുത്തു. സ്കാർഫേസ് അക്കാദമിയും ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബും കൂടി സംയുക്തമായിട്ട് ചാലക്കുടിയിലൊരു മുയ്തായ് ചാമ്പ്യൻഷിപ്പ് നടത്തുകയാണ്. ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബ്ബ് അതിനോടൊപ്പം തന്നെ അവരായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു 1 പഞ്ച് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇരിക്കുന്നത് ശ്രീജിത്താണ്. ഈ സ്കാർഫേസ് അക്കാദമിയുടെ ഫൗണ്ടറാണ്. ആൾ കാരൂർ സ്വദേശിയാണ്. ഒരു ഇൻ്റർനാഷണൽ ഫൈറ്ററാണ്. 50ഓളം ഫൈറ്റുകളിൽ കേരളത്തിലും പുറത്തും ഇന്ത്യയിലും അതുപോലെ തന്നെ തായ്ലൻഡിൽ 2 കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്കാർഫേസ് അക്കാദമി. ആളാണ് അതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് തൃശ്ശൂർ, കോഴിക്കോട് അതുപോലുള്ള കേരളത്തിന് പുറത്തുള്ള പട്ടണങ്ങളിലാണ് ഈ മുയ്തായ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ചാലക്കുടിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസ്ക്കൊക്കെ ആൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ചാലക്കുടിയിൽ പൊതുവായിട്ട് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യൂത്തിനൊരു മെസ്സേജ് കൂടി കൊടുക്കുക. ഒരു പഞ്ച് ഡ്രഗ്സിന് ഒരു പഞ്ചും കൂടി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ഇത് സഹകരിക്കുന്നത് നമ്മൾ ചാലക്കുടി സൗത്ത് റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് ജിതിൻ മോഹനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സാണ്. ഇതിലൊക്കെ ഫൈറ്റേഴ്സ് തന്നെയാണ് അമൃത, അതുപോലെ തന്നെ ജിതിൻ ജോർജ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഇതിൻ്റെ ഫൗണ്ടർ ശ്രീജിത്തിനെ ക്ഷണിക്കുകയാണ്.
വേൾഡ് വൈഡ് ഭയങ്കര ഫേമസ് ഇവന്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ തായ്ലൻഡ് മാഷാണപ്പോൾ വെയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് മത്സരങ്ങളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ എൻ്റെ ഒരു ഡ്രീമായിരുന്നു തായ്ലൻഡിൽ പോയി ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാനവിടെ 3 മത്സരിച്ചു 3 അവിടെ ജയിക്കാൻ പറ്റി. അപ്പോൾ ഒരു 2 മാസം ക്യാമ്പ് അവിടെ അറ്റൻഡ് ചെയ്തിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു മൊയ്തായി എന്ന് പറയുന്ന ഒരു ഇവന്റ് മാത്രമല്ല, ഒരു കൾച്ചറും കൂടിയാണ് പഠിപ്പിച്ചത്. പുളിങ്ങര സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ സ്വർഗാരൂപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻഡു ആലപ്പാടൻ കൊടിയേറ്റൽ നിർവഹിച്ചു. ഓഗസ്റ്റ് 15-നാണ് തിരുനാൾ. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനിക്കും ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. MC റോഡിലെ യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് BJP അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അങ്കമാലി ടൗൺ ജംഗ്ഷനിൽ BJP മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് MN ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. BJP അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് അധ്യക്ഷനായി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ്, ജില്ലാ സെക്രട്ടറിമാരായ N മനോജ്, ഫ്രാൻസിസ് പൈനാടത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ലാലു പൈനാടത്ത്, ശോഭ വാസുദേവൻ, സെക്രട്ടറിമാരായ ജോസഫ് മാടവന, സാന്ദ്ര സുബ്രഹ്മണ്യൻ, വാസന്തി പ്രശാന്ത്, അംബിക സുബ്രഹ്മണ്യൻ, സന്ദീപ് ശങ്കർ, സിനിമോൾ മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടിയുടെ മൈനോറിറ്റി മോർച്ചയുടെ നേതാവ് കാലങ്ങളായി അങ്കമാലി അങ്കമാലി തുടങ്ങി ആരംഭിക്കുന്ന MC റോഡ്, ആ MC റോഡിൽ കുണ്ടും കുഴിയുമായിട്ട് മനുഷ്യർക്ക് യാത്ര ചെയ്യാനോ വാഹനങ്ങൾ ഓടിക്കുന്നതിനോ പറ്റാത്തൊരു സാഹചര്യം നിലനിന്നതുകൊണ്ടാണ് പാർട്ടി ഇങ്ങനത്തെ ഒരു സമരവുമായിട്ട് മുന്നോട്ട് വരാനുണ്ടായ ഉദ്ദേശം. പ്രിയമുള്ളവരെ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഇന്നലെ LDFന്റെ ഒരു സമരം കണ്ടു. മദ്രസകളിൽ വന്ദേമാതരം ആലപിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതി. മദ്രസകളിൽ ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കണമെന്ന ബംഗാൾ സർക്കാർ വിജ്ഞാപനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തപബ്രത ചക്രവർത്തി, ജസ്റ്റിസ് പാർത്ഥസാരഥി സെൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു പരാമർശം. മറ്റൊരു മതത്തിന്റെ വചനങ്ങൾ ചൊല്ലുന്നതുകൊണ്ട് മാത്രം ഒരാളുടെ മതവിശ്വാസത്തിന് ഭംഗം വരുമോ? ക്രിസ്ത്യൻ വിദ്യാലയങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളും പ്രാർത്ഥനകളിൽ പങ്കാളികളാകുന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി. ബംഗാൾ സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ ധീരജ് കുമാർ ത്രിവേദിയാണ് ഹാജരായത്. വന്ദേമാതരം ദേശീയ ഗാനമായി അംഗീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് മദ്രസകളിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ വന്ദേമാതരം ആലപിക്കണമെന്ന സർക്കുലർ ലംഘിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. കേവലമായ ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റേ അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU അങ്കമാലി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ഇലക്ട്രിക്കൽ ഡിവിഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CL ലീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷിജു അയ്യപ്പൻ അധ്യക്ഷനായി. ഡിവിഷൻ സെക്രട്ടറി ലെബിൻ ജേക്കബ്, തുളസി കൊല്ലം എന്നിവർ സംസാരിച്ചു. പൊതുസ്ഥലം മാറ്റം ഉടൻ നടപ്പാക്കുക, പൊതുസ്ഥലം മാറ്റം മാനദണ്ഡങ്ങൾ അട്ടിമറിക്കുന്ന നീക്കം അവസാനിപ്പിക്കുക, മാനദണ്ഡം ലംഘിച്ചുള്ള വർക്കിംഗ് അറേഞ്ച് ഉത്തരവുകൾ പിൻവലിക്കുക, ഗുണമേന്മയുള്ള സാധന സാമഗ്രികൾ ആവശ്യത്തിന് ലഭ്യമാക്കുക, വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം.
ഈ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ വ്യവസായത്തിനകത്ത് നടപ്പാക്കി കളയാം എന്നുള്ള വല്ല തെറ്റായ ധാരണയിലാണോ ഇവര്? ഞങ്ങളുടെ ഇഷ്ടത്തിന് ട്രാൻസ്ഫർ നടത്തും. 1984 മുതൽ 86 വരെ 7 വരെ ഇരുന്ന ഈ UDFന്റെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും ശ്രീ ആർ ബാലകൃഷ്ണപിള്ള വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് ഇതേപോലെ തോന്നുമ്പടി ട്രാൻസ്ഫറാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് വിടുവേല് ചെയ്യുന്നവർക്ക് ട്രാൻസ്ഫർ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കിട്ടും. ഈ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ഇവിടെ നിന്ന് 2 വർഷം മുമ്പ് കോഴിക്കോട്ടേക്ക് പോയവരും അതുപോലെ തന്നെ പറവൂരുള്ള ആളുകൾ നമ്മുടെ ഡിവിഷനിലും എല്ലാം ഉണ്ട്. ഇവർക്കെല്ലാം സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ജനറൽ ട്രാൻസ്ഫർ. 1987 വരെ തോന്നുംപടി ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഈ ട്രാൻസ്ഫറിന് ഒരു മാനദണ്ഡം നിശ്ചയിക്കുകയും അതിന്റെ ഭാഗമായി ഡിജിറ്റൽ യാത്രാ സേവനങ്ങളിലെ പുതിയ കാൽവെപ്പുമായി KSRTC യാത്രക്കാർക്ക് വേഗത്തിലും ലളിതവുമായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതിനായി A1 പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രി CP ജോൺ നിർവഹിച്ചു. സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച KSRTC യൂണിറ്റിനുള്ള അവാർഡ് ദാനം, KSRTCയുടെ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനത്തിന്റെ ഉദ്ഘാടനം, നവീകരിച്ച KSRTC കൊറിയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എന്നിവയും ഗതാഗത മന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. പവന് ഒറ്റയടിക്ക് 2120 രൂപയാണ് വർദ്ധിച്ചത്. 1,09,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 265 രൂപയാണ് കൂടിയത്. 13,725 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ബുധനാഴ്ച 2 തവണയായി 2000 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 2 ദിവസത്തിനിടെ സ്വർണ്ണവിലയിൽ 4,200 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. എണ്ണവില കുറഞ്ഞതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $80 താഴെ എത്തി നിൽക്കുകയാണ്. കൂടാതെ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്താതിരുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അയവ് വന്നതാണ് എണ്ണവില കുറയാൻ കാരണം. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്രവും ശക്തവുമായ മഴയ്ക്ക് സാധ്യത. വെള്ളിയാഴ്ച എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴയാണ് പ്രവചിക്കുന്നത്. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങളിലും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെയും തെക്കൻ തമിഴ്നാടിനും പുതുച്ചേരിക്കും മുകളിൽ നിലനിൽക്കുന്ന മറ്റൊരു ചക്രവാത ചുഴിയുമാണ് കേരളത്തിൽ മഴയെ സ്വാധീനിക്കുന്നത്. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി 4.5 കിലോമീറ്റർ ഉയരത്തിൽ മൂന്നാമതൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അങ്കമാലി കോതകുളങ്ങരയിൽ പൂട്ടിക്കിടക്കുന്ന ഹോളോബ്രിക്സ് ഗോഡൌണിൽ നിന്നും വ്യാജമദ്യം നിർമ്മിക്കുന്നതിനായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ശേഖരം പിടികൂടി. സംഭവത്തിൽ 2 പേർ പിടിയിൽ. കൊല്ലം ചാത്തന്നൂർ സ്വദേശി രതീഷ്, നോർത്ത് പറവൂർ സ്വദേശി സന്തോഷ് എന്നിവരാണ് പിടിയിലായത്. അങ്കമാലി എക്സൈസാണ് സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. പ്രതികളിൽ കൊല്ലം സ്വദേശിയായ രതീഷ് MDMA, കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ്. അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ വിപിൻ ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. ഓണക്കാലം മുന്നിൽ കണ്ട് വ്യാജമദ്യം നിർമ്മിക്കുന്നതിനായാണ് സ്പിരിറ്റ് ശേഖരം സൂക്ഷിച്ചിരുന്നതെന്ന് കരുതുന്നു. എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് തന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ തണ്ടർ, പിന്നെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് എന്നിവയുടെ ഭാഗമായിട്ട് വ്യാജമദ്യം ഉത്പാദിപ്പിക്കുന്നതിനായിട്ട് ബോട്ടൽ ചെയ്ത് വിൽക്കുന്നതിനായിട്ട് ഇറക്കിയിട്ടുള്ള സ്പിരിറ്റ് വന്നിട്ടെന്ന് അറിഞ്ഞ് അങ്കമാലി എക്സൈസ് റേഞ്ച് പാർട്ടിയും IB യൂണിറ്റും സംയുക്തമായി ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയതിൽ ഇവിടെ നിന്നും 1248 ലിറ്റർ സ്പിരിറ്റ്, ആയതിന് 2 പ്രതികളെയും ഒരു വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വേറെ അതിനെക്കുറിച്ച് ആർക്കും ഈ
അറിവില്ല. സമീപത്തുള്ളവർക്ക് ഒരു അറിവില്ലായിരുന്നു. കടകൾക്കാർക്ക് ആർക്കും അറിവില്ലായിരുന്നു. ചാലക്കുടി പോലീസ് സ്റ്റേഷന് സമീപം തുമ്പരത്തി വിശ്വംഭരൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കാട്ടാന പലചരക്ക് കട തകർത്തു. ചാലക്കുടി ഹൈസ്കൂൾ മൈതാനം പുനർനിർമ്മിക്കാൻ തീരുമാനം. ഏറെക്കാലത്തെ കായിക പ്രേമികളുടെ ആഗ്രഹമാണ് സഫലീകരിക്കാൻ പോകുന്നത്. ചാലക്കുടി സബ് ഡിവിഷന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിനാചരണവും വാരാഘോഷവും കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. മദ്രസകളിൽ വന്ദേമാതരം ആലപിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് കൊൽക്കത്ത ഹൈക്കോടതി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU അങ്കമാലി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ഞങ്ങളുടെ ഇഷ്ടത്തിന് ട്രാൻസ്ഫർ നടത്തും. 1984 മുതൽ 86 വരെ 7 വരെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.